നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 45ാമത് അപ്പോസ്തോലിക തീർത്ഥാടനം മൂന്നാം ഘട്ടത്തിലേക്ക്. ഫ്രാൻസിസ് മാർപ്പാപ്പ കിഴക്കൻ തിമോറിൽ. മേരി നാമധാരികളുടെ സംഗമം. പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിൽ ഒത്തുചേർന്ന് നൂറുകണക്കിന് വനിതകൾ. മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ മാർച്ചിൽ സംഘർഷം. 20 പേർക്ക് പരിക്കേറ്റു. യാഗി ചുഴലിക്കാറ്റിൽ വിയറ്റ്നാമിൽ വ്യാപക നാശനഷ്ടം. ഇതുവരെ 64 പേർ കൊല്ലപ്പെട്ടു. CBI അന്വേഷണത്തിന് ഉത്തരവിടില്ല. ബാർക്കോഴ കേസിൽ സുപ്രീം കോടതി. വാർത്തകൾ വിശദമായി. കത്തോലിക്ക രാജ്യമായ കിഴക്കൻ തിമോറിൽ 3 ദിവസത്തെ സന്ദർശനത്തിനായി ഫ്രാൻസിസ് മാർപ്പാപ്പ എത്തി. പാപ്പുവ ന്യൂഗിനിയയിലെ സന്ദർശനം പൂർത്തിയാക്കി ഇന്നലെ ഇന്ത്യൻ സമയം രാവിലെ 10:50 കിഴക്കൻ തിമോർ തലസ്ഥാനമായ ദില്ലിയിലെത്തിയ മാർപ്പാപ്പയെ പ്രസിഡന്റ് ജോസെ റമോസ് ഹോർദയും പ്രധാനമന്ത്രി ഷനാന ഗുസ്മോയും ചേർന്ന് വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചു. 12 ദിവസം നീണ്ടു നിൽക്കുന്ന തെക്കുകിഴക്കൻ ഏഷ്യൻ സന്ദർശനത്തിന്റെ ഭാഗമായാണ് പാപ്പ കിഴക്കൻ തിമൂറിൽ എത്തിയത്. ഇതാദ്യമായാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇത്രയും ദൈർഘ്യമേറിയ വിദേശ സന്ദർശനത്തിനായി വത്തിക്കാനിൽ നിന്ന് മാറി നിൽക്കുന്നത്. കിഴക്കൻ തിമൂറിൽ എത്തുന്നതിനു മുൻപ് ഇന്തോനേഷ്യയെയും പാപ്പുവ ന്യൂഗിനിയെയും പാപ്പ സന്ദർശിച്ചിരുന്നു. കിഴക്കൻ തിമോർ തലസ്ഥാനമായ ദില്ലിയിൽ തിങ്കളാഴ്ച വിമാനമിറങ്ങിയ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രസിഡന്റ് ജോസ് മാനുവൽ റാമോസ് ഹോർദയുടെ നേതൃത്വത്തിലാണ് സ്വീകരിച്ചത്. 10,000-കണക്കിന് ആളുകൾ മാർപ്പാപ്പയെ കാണാൻ വിമാനത്താവളത്തിൽ എത്തിയിരുന്നു. തുടർന്ന് കുട്ടികളുടെ സ്വീകരണം ഏറ്റുവാങ്ങിയ മാർപ്പാപ്പ രാജ്യത്തെ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ നയതന്ത്ര പ്രതിനിധികളെ അഭിസംബോധന ചെയ്തു. തിമൂർ ജനതയുടെ ദൈവവിശ്വാസം അവരുടെ സംസ്കാരമാകട്ടെ എന്ന് മാർപ്പാപ്പ പറഞ്ഞു. രാജ്യത്ത് നിലനിൽക്കുന്ന സമാധാനത്തിലും സ്വാതന്ത്ര്യത്തിലും ദൈവത്തിന് നന്ദി പറയുന്നതായും മാർപ്പാപ്പ പറഞ്ഞു. വലിയ സഹനങ്ങൾക്കും വിചാരണയ്ക്കുമൊടുവിൽ രാജ്യത്തെ വികസനത്തിന്റെ പാതയിൽ നയിക്കുന്ന ജനത്തെ മാർപ്പാപ്പ അഭിനന്ദിച്ചു. ഒപ്പം ഇന്തോനേഷ്യയുമായി അനുരഞ്ജനപ്പെട്ടു പോകുന്നതിനെയും മാർപ്പാപ്പ പ്രകീർത്തിച്ചു. ദാരിദ്ര്യം, മയക്കുമരുന്ന്, അക്രമം തുടങ്ങിയ പുതിയ വെല്ലുവിളികളും പ്രശ്നങ്ങളും രാജ്യത്തെ അലട്ടുന്നുണ്ടെന്നും ഇത് തരണം ചെയ്യേണ്ടിയിരിക്കുന്നുവെന്നും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. സ്വാതന്ത്ര്യ സമരത്തിനിടെ കൊല്ലപ്പെട്ട തിമൂറിലെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അടക്കം ചെയ്ത ടാസിത്തോലുവിൽ വെച്ച് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ വിശുദ്ധ കുർബാന നടന്നു. 11-ാം തീയതി ബുധനാഴ്ച വരെ പാപ്പ ഈസ്റ്റ് തിമൂറിൽ ചിലവഴിക്കും. 3 ദിവസം നീണ്ടു നിൽക്കുന്ന സന്ദർശനം പൂർത്തിയാക്കുന്ന മാർപ്പാപ്പ തുടർന്ന് സിംഗപ്പൂരിലേക്ക് പോകും. ഇവിടെ നിന്നായിരിക്കും സെപ്റ്റംബർ 13 അദ്ദേഹം വത്തിക്കാനിലേക്ക് മടങ്ങുക. 2002 ഇന്തോനേഷ്യയിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയ ശേഷം 21-ാം നൂറ്റാണ്ടിലെ ആദ്യത്തെ പുതിയ പരമാധികാര രാഷ്ട്രമായി മാറിയതിനു ശേഷം കിഴക്കൻ തിമൂർ സന്ദർശിക്കുന്ന ആദ്യത്തെ മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് പാപ്പ. 1989 ഇന്തോനേഷ്യൻ പ്രവിശ്യയിലായിരുന്നപ്പോൾ ഈസ്റ്റ് തിമൂറിൽ അപ്പോസ്തോലിക സന്ദർശനം നടത്തിയ ജോൺ പോൾ രണ്ടാമനാണ് ഇതിനു മുൻപ് രാജ്യം സന്ദർശിച്ചത്. ഈസ്റ്റ് തിമൂറിലെ 1.3 ദശലക്ഷം ജനങ്ങളിൽ 98% കത്തോലിക്കരാണ്. പരിശുദ്ധ ദൈവമാതാവിന്റെ പേര് സ്വീകരിച്ച നൂറുകണക്കിന് വനിതകൾ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ ഒന്നുചേർന്നു. പരിശുദ്ധ ദൈവമാതാവിന്റെ ജനന തിരുനാൾ, 8 നോമ്പാചരണം എന്നിവയുടെ സമാപന സമ്മേളനത്തോടനുബന്ധിച്ചായിരുന്നു മേരി നാമധാരി സംഗമം. വിശുദ്ധ കുർബാനയ്ക്ക് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് കാർമ്മികത്വം വഹിച്ചു. മറിയം, മേരി, അമല, നിർമ്മല, വിമല, മരിയ തുടങ്ങിയ നാമധാരികളാണ് സംഗമത്തിൽ എത്തിയത്. മുത്തശ്ശിമാർ മുതൽ കൈക്കുഞ്ഞുങ്ങൾ വരെ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താമറിയം ആർച്ച് ഡീക്കൻ തീർത്ഥാടന ദേവാലയത്തിൽ നടന്ന മേരി നാമധാരി സംഗമത്തിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നു. മേരി നാമധാരി സംഗമത്തിനോടൊപ്പം ഇടവകയിലെ അൾത്താരപാലന്മാരുടെ സംഗമവും നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം മേരി നാമധാരി സംഗമത്തിൽ എത്തിയവർ ഒത്തുചേരുകയും നേർച്ചയ്ക്കായി 21 കള്ളപ്പം വീതം സമർപ്പിക്കുകയും ചെയ്തു. AKCC കുറവിലങ്ങാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സ്നേഹവിരുന്നിൽ ഈ അപ്പമാണ് നൽകിയത്. വൈകിട്ട് നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേന, സഹപ്രസുതേന്തി വാഴ്ച, ജപമാല എന്നിവയോടെയാണ് തിരുനാൾ സമാപിച്ചത്. 8 നോമ്പ് ആചരണത്തിന്റെ ഭാഗമായി 2009 മേരി നാമധാരി സംഗമം ആരംഭിച്ചത്. മേരി നാമധാരി സംഗമത്തോടനുബന്ധിച്ച് 21 അപ്പം വീതം നേർച്ചയായി നമ്മുടെ വീടുകളിൽ നിന്ന് ഇവിടെ കളക്ട് ചെയ്യുകയും അത് നോയമ്പ് വിടൽ സദ്യക്കായിട്ട് ഉപകരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ വർഷവും നമുക്ക് ഒരു 23,000-24,000-ഓളം അപ്പം തന്നെ കളക്ട് ചെയ്യാൻ സാധിച്ചു. ഈ 8 ദിവസവും വിവിധങ്ങളായ പരിപാടികളുമായിട്ട് നമ്മുടെ 8 നോയമ്പ് ആഘോഷിക്കുമ്പോൾ എല്ലാ ദിവസവും ഉച്ചകഞ്ഞി കൊടുക്കുന്നതും AKCCയുടെ ആഭിമുഖ്യത്തിലാണ്. അതിനു വേണ്ടിയിട്ട് AKCCയുടെ A ഗ്രൂപ്പും B ഗ്രൂപ്പും സജീവമായി എല്ലാവിധ പരിപാടികളിലും പങ്കെടുക്കുന്നു. പുരാതന കാലം മുതലേ കുറവിലങ്ങാട്ട് മർത്തമറിയം പള്ളിയിലെ
എട്ടുനോമ്പ് ആചരണം പ്രസിദ്ധമായിട്ട് ജനപങ്കാളിത്തോടെ നടന്നു വരുന്നു. അതിൻ്റെ ഇടക്കാലത്ത് അതിന് ചെറിയ ഒരു തടസ്സം നേരിട്ടെങ്കിലും മലയപ്പറമ്പിലച്ചൻ വികാരിയായിരുന്നപ്പോഴാണ് കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും ഈ എട്ടുനോമ്പ് പുനരാരംഭിച്ചത്. മേരി നാമധാരികൾ, മറിയം, മേരി, നിർമ്മല, അങ്ങനെ വിവിധ മാതാവിൻ്റെ പേരുകാരായിട്ടുള്ള സ്ത്രീകൾ 21 കള്ളപ്പം ചുട്ട് ഇവിടെ കൊണ്ടുവരികയും കത്തോലിക്ക കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ കറി ഇവിടെ സജ്ജീകരിക്കുകയും അങ്ങനെ അതെല്ലാവർക്കും നേർച്ചയായി വിതരണം ചെയ്യുകയാണ് ഇവിടെ പതിവ്. മേരി നാമധാരികളുടെ സംഗമവും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. രൂപതാധ്യക്ഷനാണ് സാധാരണ എല്ലാ വർഷവും 8-ാം തീയതി ഇവിടുത്തെ കർമ്മങ്ങൾ നടത്തി വരുന്നത്. മേരി നാമധാരികൾ എല്ലാവരും കൂടി സംഗമിച്ച് ഒന്നിച്ച് രൂപതാധ്യക്ഷനോടൊപ്പം ഒത്തുചേർന്ന് ഫോട്ടോയും എടുത്ത് ഇവിടെ നേർച്ച സദ്യയിൽ പങ്കുചേർന്ന് പോവുകയാണ് ഇവിടെ പതിവായിട്ടുള്ളത്. കത്തോലിക്ക കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ശ്രീ ബ്രൈസിൻ്റെയും സെക്രട്ടറി ശ്രീ ബിജുവിൻ്റെയും അതുപോലെ തന്നെ ഇവിടെ വനിതാ യൂണിറ്റ് അതിശക്തമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ശ്രീമതി അഡ്വക്കേറ്റ് സിന്ധുവിൻ്റെയും നേതൃത്വത്തിൽ വലിയ വിപുലമായ ക്രമീകരണമാണ് ഇവിടെ നേർച്ച സദ്യയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നടത്തി വരുന്നത്. ഈ വർഷവും പൂർവാധികം ഭംഗിയായിട്ട് ഇത് ഇവിടെ നടത്തുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന രാജ്ഭവൻ മാർച്ചിനിടെ വൻ സംഘർഷം. രാജ്ഭവന് നേരെ പ്രതിഷേധക്കാർ കല്ലെറിഞ്ഞു. സംഘർഷത്തിൽ 20 പേർക്ക് പരിക്കേറ്റു. CRPFന്റെ വാഹനവ്യൂഹവും സമരക്കാർ ആക്രമിച്ചു. സംസ്ഥാനത്ത് നിന്ന് സായുധ സേനയെ പിൻവലിക്കണമെന്നും അടുത്തിടെയുണ്ടായ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളവരെ കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടാണ് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സെക്രട്ടേറിയറ്റിലും രാജ്ഭവനിലും മുന്നിലും പ്രതിഷേധവുമായി എത്തിയത്. ഒരാഴ്ചയായി മണിപ്പൂരിൽ തുടങ്ങിയ പുതിയ ആക്രമണങ്ങളിൽ ഇതുവരെ 8 പേർ കൊല്ലപ്പെടുകയും 12 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തെ സുരക്ഷാ ഉപദേഷ്ടാവിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഓൾ ഇന്ത്യ മണിപ്പൂർ സ്റ്റുഡൻസ് അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം വ്യാപക സംഘർഷത്തിന് ഇടയാക്കിയത്. ഇംഫാലിൽ വിദ്യാർത്ഥികൾ നടത്തിയ മാർച്ചിലും വൻ സംഘർഷമുണ്ടായി. പ്രതിഷേധക്കാർ രാജ്ഭവന്റെ പ്രവേശന കവാടത്തിന് നേരെ കല്ലെറിഞ്ഞു. CRPF വാഹനവ്യൂഹത്തിന് നേരെയും വിദ്യാർത്ഥികൾ ആക്രമണം നടത്തി. പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ആകാശത്തേക്ക് വെടിവെച്ചു. തൗബാലിലെ ജില്ലാ ആസ്ഥാനത്ത് ദേശീയ പതാക മാറ്റി മെയ്തേയ് പതാക പ്രതിഷേധക്കാർ ഉയർത്തി. മെയ്തേയ് മേഖലകളിൽ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ നടപടിയെടുക്കാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്നാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കൂടിക്കാഴ്ച നടത്തി. ഇതിനിടെ സുഗ്നു മേഖലയിൽ നിന്നും വെടിവെപ്പുണ്ടായി. സംഘർഷം നേരിടാൻ സുരക്ഷാ സേനകളുടെ സംയുക്ത നീക്കം വേണമെന്ന് മുഖ്യമന്ത്രി ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. മണിപ്പൂരിൽ പ്രധാനമന്ത്രി സന്ദർശിക്കാത്തത് ജനങ്ങളിൽ നിരാശയുണ്ടാക്കിയെന്ന് ഇതിനിടെ മുൻ ഗവർണർ അനസൂയ ഉയ്ക്കെ പറഞ്ഞു. പ്രധാനമന്ത്രി വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെന്നും ഇത് പല കാരണങ്ങൾ കൊണ്ട് നടന്നില്ലെന്നും മുൻ ഗവർണർ പറഞ്ഞത് ഏറെ ചർച്ചയാകുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുന്നതിനായുള്ള പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന്റെ ആദ്യ സിറ്റിംഗിലാണ് സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം. എന്തുകൊണ്ടാണ് ഇത്രയും കാലം സർക്കാർ ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ മൗനം പാലിച്ചതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെ പൊതുവേദികൾ ഉന്നയിച്ച ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് AG അറിയിച്ചതിനെ തുടർന്നായിരുന്നു കോടതിയുടെ ചോദ്യം. വളരെ നേരത്തെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ടാണ് സർക്കാർ മൗനം പാലിച്ചതെന്ന് ചോദിച്ച കോടതി ഈ നിഷ്ക്രിയത്വം നീതീകരിക്കാനാവുന്നതാണോ എന്നും ആരാഞ്ഞു. എന്നാൽ റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കരുതെന്ന നിർദ്ദേശമുണ്ടായതിനാലാണ് നടപടിയെടുക്കാത്തതെന്ന് AG അറിയിച്ചു. എന്നാൽ സർക്കാരിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്ന് കോടതി പറഞ്ഞു. 2021 ഫെബ്രുവരിയിൽ DGPക്ക് റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭിച്ചപ്പോൾ തന്നെ നടപടി സ്വീകരിക്കേണ്ടിയിരുന്നുവെന്നും കോടതി വ്യക്തമാക്കി. പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ മുദ്രവെച്ച കവറിലാണ് സർക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൈമാറിയത്.
ജസ്റ്റിസുമാരായ AK ജയശങ്കർ നമ്പ്യാരും CS സുധയും ഉൾപ്പെട്ട 2-അംഗ ഡിവിഷൻ ബെഞ്ചാണ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട എല്ലാ കേസുകളും പരിശോധിക്കുന്നത്. 4.5 വർഷത്തോളം സർക്കാരിന്റെ കൈവശമായിരുന്നു ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട്. അതിനുശേഷം വലിയ പോരാട്ടങ്ങൾക്കൊടുവിലാണ് വ്യക്തികളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിട്ടത്. എന്നാൽ അനുബന്ധ രേഖകളടക്കം പൂർണ്ണമായ റിപ്പോർട്ടിന്റെ പകർപ്പാണ് സർക്കാർ മുദ്രവെച്ച കവറിൽ ഹൈക്കോടതി പ്രത്യേക ഡിവിഷൻ ബെഞ്ചിന് മുമ്പാകെ സമർപ്പിച്ചിട്ടുള്ളത്. റിപ്പോർട്ട് എന്നതിനപ്പുറത്തേക്ക് ഇരകളുടെ മൊഴികളിൽ മേൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല. ഇതിനെതിരെ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. പിന്നാലെയാണ് ഹൈക്കോടതി ഇടപെടൽ ഉണ്ടാകുന്നത്. സെപ്റ്റംബർ 10-ന് മുമ്പ് റിപ്പോർട്ട് കൈമാറണമെന്ന് ഹൈക്കോടതി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകളടക്കം മുഴുവൻ വിവരങ്ങളും നൽകണമെന്നായിരുന്നു കോടതി നിർദ്ദേശം. റിപ്പോർട്ടിനെ തുടർന്ന് സർക്കാർ സ്വീകരിച്ച നടപടികൾ, പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങളടക്കം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി നിർദ്ദേശം. ഗാസയിൽ എത്രയും വേഗം വെടിനിർത്തലുണ്ടാകണമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ഇന്ത്യ ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗാസയിലെ യുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ നിലപാടിൽ മാറ്റമില്ല. ഭീകരവാദത്തെയും ബന്ദിയാക്കലിനെയും ഇന്ത്യ എതിർക്കുന്നു. നിഷ്കളങ്കരായ സാധാരണക്കാർ മരിച്ചു വീഴുന്നത് തുടരുന്നതിൽ ഇന്ത്യക്ക് അതിയായ ദുഃഖമുണ്ട്. മാനവിക തത്വങ്ങളെ കണക്കിലെടുത്തു വേണം എല്ലാ പ്രതികരണങ്ങളും. ദ്വിരാഷ്ട്ര പരിഹാരത്തിലൂടെ പലസ്തീൻ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയുടേത്. പലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമായി ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. എവിടെയാണോ മാനവിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഞങ്ങൾ അവിടെ സഹായവുമായി എത്തുകയും UN റിലീഫ് ആൻഡ് വർക്ക് ഏജൻസിക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും ജയശങ്കർ പറഞ്ഞു. ചരിത്രവും സാംസ്കാരികവും പങ്കുവെക്കലും ഇഴചേർന്ന സമ്പന്നമായ ബന്ധമാണ് ഇന്ത്യയും GCC രാജ്യങ്ങളും തമ്മിലുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സൗദി സന്ദർശനത്തിനിടെ സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരുമായി ചർച്ച നടത്തി. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും ജയശങ്കർ ചർച്ച നടത്തി. റഷ്യൻ യുക്രൈൻ യുദ്ധപരിഹാരവുമായി ബന്ധപ്പെട്ട് താൻ നിരന്തരം ബന്ധപ്പെടുന്ന 3 രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പ്രസ്താവനയ്ക്ക് തൊട്ടുപിന്നാലെയാണ് ജയശങ്കർ ലാവ്റോവുമായുള്ള കൂടിക്കാഴ്ച. ആർജിക്കർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കൊൽക്കത്ത പോലീസ് കമ്മീഷണർ രാജ്യസന്നദ്ധത അറിയിച്ചിരുന്നതായി മമതാ ബാനർജി. കമ്മീഷണർ വിനീത് ഗോയൽ രാജിവയ്ക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ദുർഗാപൂജ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ ക്രമസമാധാന പാലനത്തെക്കുറിച്ച് ധാരണയുള്ള ഒരാളെ വേണമായിരുന്നതിനാൽ രാജി സ്വീകരിച്ചില്ലെന്നും മമതാ ബാനർജി സുപ്രീം കോടതിയെ അറിയിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ കുടുംബത്തിന് പണം വാഗ്ദാനം ചെയ്തിട്ടില്ലെന്നും വെറും ദുഷ്പ്രചാരണം മാത്രമാണിതെന്നും മമത പറഞ്ഞു. മകളുടെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സർക്കാർ ഒപ്പമുണ്ടാകുമെന്നാണ് യുവതിയുടെ മാതാപിതാക്കളോട് മമത പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. CISF-ന് വേണ്ട സൗകര്യങ്ങളെല്ലാം നൽകുന്നുണ്ട്. കേന്ദ്ര സർക്കാരും ചില ഇടതു പാർട്ടികളും സർക്കാരിനെതിരെ ഗൂഢാലോചന നടത്തുന്നുണ്ട്. ബംഗാൾ സർക്കാർ ആരെയും തടയാൻ ശ്രമിക്കുന്നില്ല. എല്ലാ ദിവസവും പൊതുസ്ഥലത്ത് കൂട്ടം കൂടുന്നതിൽ ചില നിയമങ്ങളുണ്ട്. പ്രായമായ ആളുകളുള്ള ഒട്ടേറെ വീടുകളുണ്ട്. മൈക്കുകളുടെ ഉപയോഗം വയോധികർക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്നു. ഇതു കാരണമാണ് രാത്രി 10-ന് ശേഷം മൈക്ക് ഉപയോഗിക്കാൻ ശബ്ദമലിനീകരണ നിയന്ത്രണ ബോർഡ് അനുമതി നൽകാത്തത്. പ്രതിഷേധക്കാർ ജോലികളിൽ തിരികെ പ്രവേശിക്കണമെന്നാണ് സർക്കാർ ആവശ്യപ്പെടുന്നത്. കേസ് നമ്മുടെ കയ്യിലല്ല, CBIയുടെ പക്കലാണെന്നും മമത പറഞ്ഞു. കേസിൽ സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ചത്തെ വാദം പൂർത്തിയായി. സെപ്റ്റംബർ 17-ന് വീണ്ടും കേസ് പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്, ജസ്റ്റിസുമാരായ PB പർദിവാല, മനോജ് മിശ്ര എന്നിവരുൾപ്പെട്ട ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. പ്രതിഷേധിക്കുന്ന ഡോക്ടർമാർ ചൊവ്വാഴ്ച 5 മണിക്കുള്ളിൽ ജോലിയിൽ പ്രവേശിക്കണമെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. കൊല്ലപ്പെട്ട ഡോക്ടറുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നീക്കണമെന്നും ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു. CBIക്കായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയും ബംഗാൾ സർക്കാരിനായി കപിൽ സിബലും ഹാജരായി. ഡോക്ടർമാരുടെ സമരത്തെ തുടർന്ന് 23 പേർ ചികിത്സ കിട്ടാതെ മരിച്ചെന്ന് കപിൽ സിബൽ കോടതിയെ അറിയിച്ചു. ഡോക്ടർമാർ ജോലിയിൽ മടങ്ങിയെത്തിയാൽ അവർക്കെതിരെ നടപടിയുണ്ടാകില്ലെന്നും സർക്കാർ കോടതിക്ക് ഉറപ്പു നൽകിയിട്ടുണ്ട്. ഡോക്ടർമാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ CCTV ക്യാമറകൾ, വിശ്രമമുറി തുടങ്ങിയവ ആശുപത്രികളിൽ സ്ഥാപിക്കണമെന്ന് കോടതി സർക്കാരിനെ നിർദ്ദേശം നൽകി. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയിൽ ആദ്യമായി ദ്വിദിന സന്ദർശനത്തിനായി എത്തിയതായിരുന്നു ഷെയ്ഖ് ഖാലിദ്.
വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും സഹകരണം ശക്തമാക്കാൻ ഇരുവരും തമ്മിലുള്ള ചർച്ചയിൽ ധാരണയായി. ഔദ്യോഗിക സന്ദർശനത്തിനായി ഡൽഹിയിലെത്തിയ ഷെയ്ഖ് ഖാലിദിനെ ഹൈദരാബാദ് ഹൌസിലാണ് മോദി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസം എത്തിയ ഷെയ്ഖ് ഖാലിദിനെ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ വിമാനത്താവളത്തിലെത്തി സ്വാഗതം ചെയ്തിരുന്നു. ഉറ്റ സുഹൃത്തിനെ ഊഷ്മള സ്വാഗതമെന്നാണ് ഷെയ്ഖ് ഖാലിദ് മോദി കൂടിക്കാഴ്ചയെ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചത്. കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. ഹൈദരാബാദ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വ്യവസായ രംഗത്തെ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. അബുദാബി കിരീടാവകാശിയുടെ ബഹുമാനാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേക ഉച്ചവിരുന്നും ഒരുക്കിയിരുന്നു. കൂടിക്കാഴ്ചയിലും ഉച്ചവിരുന്നിലും പ്രമുഖ വ്യവസായികളായ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയും ബുർജിൽ ഹോൾഡിംഗ്സ് ചെയർമാൻ ഡോക്ടർ ഷംഷീർ വയലിലും സംബന്ധിച്ചു. നാളെ മുംബൈയിൽ നടക്കുന്ന ഇന്ത്യ UAE വാണിജ്യ ഉച്ചകോടിയിലും ഇരുവരും പങ്കെടുക്കും. മോദിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഷെയ്ഖ് ഖാലിദ് രാജ്ഘട്ടിൽ ആദരമർപ്പിച്ചു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ സന്ദർശിച്ച ശേഷം നാളെ നടക്കുന്ന പരിപാടികൾക്കായി മുംബൈയിലേക്ക് പോകും. മന്ത്രിമാർ, മുതിർന്ന ഉദ്യോഗസ്ഥർ, വ്യവസായ പ്രമുഖർ തുടങ്ങിയവർ ഷെയ്ഖ് ഖാലിദിനെ അനുഗമിക്കുന്നുണ്ട്. ഫെബ്രുവരിയിൽ മോദി UAE സന്ദർശിച്ചിരുന്നു. അബുദാബിയിൽ ആദ്യ ഹിന്ദു ക്ഷേത്രം ഈ സന്ദർശനത്തിലാണ് മോദി ഉദ്ഘാടനം ചെയ്തത്. UDF സർക്കാരിന്റെ കാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ബാർക്കോഴ ഇടപാടിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, K ബാബു, ജോസ് കെ മാണി എന്നിവർക്കെതിരെ CBI അന്വേഷണം വേണമെന്ന ആവശ്യമാണ് തള്ളിയത്. ജസ്റ്റിസുമാരായ MM സുന്ദരേഷ്, പങ്കജ് മിത്തൽ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ആവശ്യം തള്ളിയത്. പൊതുപ്രവർത്തകനായ PL ജേക്കബാണ് ബാർക്കോഴ ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. 2015 എക്സൈസ് മന്ത്രിയായിരുന്ന K ബാബു ബാർ ലൈസൻസുകൾ പുതുക്കുന്നതിലും ലൈസൻസ് തുക കുറയ്ക്കുന്നതിനുമായി 1 കോടി രൂപ കൈപ്പറ്റിയിരുന്നുവെന്ന് ബാർ ഉടമകളുടെ സംഘടനയുടെ പ്രസിഡന്റ് ആരോപിച്ചിരുന്നുവെന്ന് ജേക്കബിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതിനു പുറമെ അന്നത്തെ ധനകാര്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ആരോഗ്യമന്ത്രി എന്നിവരും കോഴ വാങ്ങിയെന്നും വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ ചൂണ്ടിക്കാട്ടി. അക്കാലത്തെ ധനമന്ത്രിക്ക് ആരോപണം പിൻവലിക്കാൻ 10 കോടി രൂപ അദ്ദേഹത്തിന്റെ മകൻ വാഗ്ദാനം ചെയ്തുവെന്ന് ബാർ ഉടമകളുടെ സംഘടനാ പ്രസിഡന്റ് വെളിപ്പെടുത്തിയിരുന്നുവെന്നും പ്രശാന്ത് ഭൂഷൺ സുപ്രീം കോടതിയിൽ വാദിച്ചു. സർക്കാരിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ ഉൾപ്പെട്ട കേസായതിനാൽ സംസ്ഥാന വിജിലൻസ് അന്വേഷിച്ചാൽ കുറ്റക്കാർ രക്ഷപ്പെടുമെന്ന ആശങ്കയും പ്രശാന്ത് ഭൂഷൺ കോടതിയിൽ പങ്കുവച്ചു. എന്നാൽ ഒരാളുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മാത്രം CBI അന്വേഷണത്തിന് ഉത്തരവിടാൻ ആകില്ലെന്ന് സുപ്രീം കോടതി അറിയിച്ചു. കേരളത്തിൽ ഇക്കാര്യം അന്വേഷിക്കാൻ ലോകായുക്ത ഇല്ലേ എന്നും സുപ്രീം കോടതി ആരാഞ്ഞു. ഹർജിക്കാരൻ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി അറിയിച്ചു. മജിസ്ട്രേറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ആ അന്വേഷണം CBIക്ക് കൈമാറാൻ ഹർജിക്കാരന് കോടതിയെ സമീപിക്കാവുന്നതാണെന്നും സുപ്രീം കോടതി അറിയിച്ചു. സംസ്ഥാന സർക്കാരിനു വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയ്ദീപ് ഗുപ്തയും സ്റ്റാൻഡിംഗ് കൗൺസിൽ CK ശശിയും ഹാജരായി. എന്നാൽ ഇരുവരോടും കോടതി നിലപാട് പ്രത്യേകമായി ആരാഞ്ഞില്ല. കോടതി ആവശ്യപ്പെട്ടാൽ അന്വേഷണം ഏറ്റെടുക്കാമെന്ന് വ്യക്തമാക്കി CBI നേരത്തെ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം ഫയൽ ചെയ്തിരുന്നുവെങ്കിലും കോടതി ഇന്ന് കേന്ദ്ര സർക്കാർ അഭിഭാഷകരോടും നിലപാട് ആരാഞ്ഞില്ല. രമേശ് ചെന്നിത്തലയ്ക്കും K ബാബുവിനും വേണ്ടി അഭിഭാഷകൻ MR രമേശ് ബാബു ഹാജരായി. PK ശശി ചെയ്തത് നീചമായ പ്രവൃത്തിയെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. CPM പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിലാണ് PK ശശിക്കെതിരെ തുറന്നടിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടറിയുടെ പരാമർശം. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരായ പരാതിയെന്നും CPM ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിലും സ്ത്രീപീഡനത്തിലും പ്രതിയാക്കാൻ ശ്രമിച്ചുവെന്നും MV ഗോവിന്ദൻ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശി നടത്തിയത്. പാർട്ടി ജില്ലാ സെക്രട്ടറിയായ സുരേഷ് ബാബുവിനെ കള്ളക്കേസിലും സ്ത്രീപീഡന കേസിലും ശശി പ്രതിയാക്കാൻ ശ്രമിച്ചു. CPM ജില്ലാ സെക്രട്ടറിയെ കള്ളക്കേസിൽ കുടുക്കാൻ PK ശശി ഒരു മാധ്യമപ്രവർത്തകനുമായി ഗൂഢാലോചന നടത്തി. ഇതിന്റെ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചുവെന്നും പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. PK ശശിക്കെതിരെ പരാതി കിട്ടിയിട്ടുണ്ടോയെന്ന് നേരത്തെ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത്തരമൊരു പരാതിയൊന്നുമില്ലെന്നായിരുന്നു MV ഗോവിന്ദൻ പറഞ്ഞിരുന്നത്. എന്നാൽ PK ശശിക്കെതിരെ നടപടിയെടുത്തതിന് പിന്നാലെയാണിപ്പോൾ MV ഗോവിന്ദൻ രൂക്ഷ വിമർശനം നടത്തുന്നത്. പാർട്ടി ഫണ്ട് തിരിമറി കേസിലാണ് മുൻ MLAയും KTDC ചെയർമാനുമായ PK ശശിക്കെതിരെ CPM നടപടിയെടുത്തത്. PK ശശിയെ പാർട്ടിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും നീക്കിക്കൊണ്ടാണ് നടപടി. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ടിൽ തിരിമറി നടത്തിയെന്നാണ് ആരോപണം.
പുത്തലത്ത് ദിനേശന്റെ നേതൃത്വത്തിലുള്ള സമിതിയാണ് ആരോപണം സംബന്ധിച്ച് അന്വേഷിച്ചത്. PK ശശി അധ്യക്ഷനായ യൂണിവേഴ്സൽ കോളേജ് നിയമനത്തിലും ക്രമക്കേടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നാണ് വിവരം. ഇതോടെ PK ശശിക്ക് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം മാത്രമായി. യാഗി ചുഴലിക്കാറ്റിൽ തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യമായ വിയറ്റ്നാമിൽ വ്യാപക നാശനഷ്ടം. ഇതുവരെ 64 പേർ മരിച്ചു. കനത്ത കാറ്റിനു പിന്നാലെയുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലുമാണ് കൂടുതൽ മരണം സംഭവിച്ചതെന്ന് വിയറ്റ്നാം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചുഴലിക്കാറ്റ് കനത്ത നാശം വിതച്ച വടക്കൻ വിയറ്റ്നാമിലെ നദികളിലെ ജലനിരപ്പ് അപകടകരമാം വിധം ഉയർന്നു. തിങ്കളാഴ്ച രാവിലെ പർവ്വത മേഖലയായ കാവോ ബാങ് പ്രവിശ്യയിൽ 20 പേരുമായി പോകുകയായിരുന്ന ബസ് മണ്ണിടിച്ചിലിൽപ്പെട്ട് ഒഴുകിപ്പോയി. ഫൂത്തോ പ്രവിശ്യയിൽ വെള്ളിയാഴ്ച രാവിലെ കനത്ത കാറ്റിൽ പാലം തകർന്ന് കാറുകളും ട്രക്കുകളും ബൈക്കുകളും അടക്കം നിരവധി വാഹനങ്ങൾ നദിയിൽ വീണു കാണാതായിരുന്നു. വ്യവസായ മേഖലയായ ഹൈഫോങ് പ്രവിശ്യയിലെ നിരവധി കമ്പനികളിൽ വ്യാപക നാശനഷ്ടമുണ്ടായി. പല വ്യവസായശാലകളിലും വെള്ളം കയറി. ഇവിടെ ഉൽപാദനം പുനരാരംഭിക്കാൻ 1 മാസമെങ്കിലും വേണമെന്നാണ് അധികൃതർ പറയുന്നത്. വടക്കൻ വിയറ്റ്നാമിലെ വൈദ്യുതി ബന്ധവും താറുമാറായി. യാഗി ചുഴലിക്കാറ്റിൽ വൈദ്യുതി തൂണുകൾ കൂട്ടത്തോടെ മറിഞ്ഞു വീണതാണ് മേഖലയെ ഇരുട്ടിലാക്കിയത്. ചുഴലിക്കാറ്റ് മൂലം വിയറ്റ്നാമിന്റെ വടക്കൻ പ്രവിശ്യയിൽ ദശലക്ഷക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. ശനിയാഴ്ച മണിക്കൂറിൽ 149 കിലോമീറ്റർ വേഗത്തിൽ വീശിയടിച്ച യാഗി രാജ്യത്ത് അടുത്തിടെയുണ്ടായ ഏറ്റവും വലിയ ചുഴലിക്കാറ്റാണ്. ഞായറാഴ്ചയോടെ ചുഴലിക്കാറ്റ് ദുർബലമായെങ്കിലും മേഖലയിൽ ശക്തമായ മഴയുണ്ട്. പലയിടത്തും വീണ്ടും വെള്ളപ്പൊക്കത്തിനും മണ്ണിടിച്ചിലിനും സാധ്യതയുണ്ടെന്ന് വിയറ്റ്നാം കാലാവസ്ഥാ ഏജൻസി മുന്നറിയിപ്പ് നൽകി. യാഗി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഫിലിപ്പീൻസിൽ 20 പേരും ദക്ഷിണ ചൈനയിൽ 4 പേരും മരിച്ചിരുന്നു. കാലാവസ്ഥാ വ്യതിയാനം മൂലമാണ് യാഗി പോലെയുള്ള ചുഴലിക്കാറ്റുകൾ കൂടുതൽ ശക്തമാകുന്നതെന്ന് സിംഗപ്പൂരിലെ എർത്ത് ഒബ്സർവേറ്ററി ഡയറക്ടർ ബെഞ്ചമിൻ ഹോട്ടൻ പറഞ്ഞു. സമുദ്രജലത്തിന്റെ താപനില കൂടുന്നതുമൂലം ചുഴലിക്കാറ്റിന്റെ ശക്തി വർദ്ധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇതോടുകൂടി ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.